എൻ്റെ പേര് സുകന്യ സുരേഷ് എന്ന. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2020 തുടങ്ങി. ഞാൻ പക്ഷെ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു ഇതിൽ, അങ്ങനെ കയറത്തൊന്നുമില്ല. വീഡിയോ ഇട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 1 year ഇട്ടെന്തോ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ഞാൻ 6 മാസം ഗൾഫിലായി. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞ് 2 year അടുത്ത ജനുവരി ആകുമ്പോൾ 2 year ആവും. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രാവിലെ കുളിക്കും, ചിലപ്പം ഉച്ചയ്ക്കായിരിക്കും കുളിക്കും. അപ്പം കുറേ പേര് പ്രസവിച്ച കുറേ പേരും പ്രായമായ കുറേ പേരും ഒക്കെ ഇങ്ങനെ പറയും, എന്താ രാവിലെ കുളിക്കണം, കുളിച്ചില്ലെങ്കിൽ കുഞ്ഞ് ആക്റ്റീവ് ഇല്ലാത്ത കുഞ്ഞാവും, പിന്നെ എപ്പോഴും കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് എന്താ മടിച്ച് കൊച്ചാവും. പിന്നെന്തായിരുന്നു, ഞാൻ ഈ സിനിമയ്ക്കകത്തൊക്കെ ഇല്ലേ ഈ പ്രഗ്നൻ്റ് ആവുന്ന ഒന്നിച്ച് ചെയ്യുന്ന ആ ഒരു ടൈമിലല്ലേ പ്രഗ്നൻ്റ് ആവുന്നതെന്ന് തിരിച്ച് പറയും, പ്രഗ്നൻ്റ് ആണ് എന്ന് പറയും. അപ്പം എനിക്ക് അങ്ങനെ ഒരു വോമിറ്റിങ്ങേ ഇല്ലായിരുന്നു. 1 month ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. 1 month കഴിഞ്ഞപ്പം എനിക്കിഷ്ടമല്ല, അതൊരു ഗോതമ്പ് ദോശ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാനൊന്ന് ഒരു വട്ടം വെച്ച് ചെയ്തു. പിന്നീട് വോമിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫൈബ്രോയിഡ്, അപ്പം അത് യൂട്രസിൻ്റെ വെളിയിൽ, അപ്പം അതുകൊണ്ട് വയറുവേദന എടുക്കുമെന്ന് പറയും. അപ്പം 3 മാസം ഭയങ്കര വയറ്റുവേദനയായിരുന്നു. കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല, വെയിറ്റ് ഒന്നും എടുക്കില്ല, സ്റ്റെപ്പ് കയറരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ 6 മാസമായി. എല്ലാ സ്കാനിങ്ങും എല്ലാ മാസത്തെയും കുഴപ്പമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ 6 മാസത്തിലുള്ള സ്കാനിങ് ഉണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് അടുത്ത വീട്ടിലോട്ട് വിളിച്ചു, അവിടെ ഉള്ള ഡോക്ടറിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് മടിച്ച് കൊച്ചാവും അല്ലേ? എൻ്റെ ഒരു ചോദ്യമാണ്, നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞും ആക്റ്റീവായിരിക്കത്തില്ലേ? പിന്നെ പ്രസവിച്ചവരൊക്കെ അവരവരെ അനുഭവങ്ങൾ പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, സന്ധ്യ കഴിഞ്ഞ് മുറ്റത്തിറങ്ങരുത്, സന്ധ്യ കഴിഞ്ഞ് മുറ്റത്തിറങ്ങുവാണ് പിച്ചാത്തിയും പിടിച്ചിറങ്ങണം. പിന്നെ വണ്ടി ഓടിക്കരുത്, വണ്ടി പോകരുത്, കട്ടറിനകത്ത് വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. ചിലവർക്കത് ഫലിക്കുമായിരിക്കും, ചിലവർക്കത് ഫലിക്കത്തില്ലായിരിക്കും. എന്തായാലും എന്താ പറയുന്നത്, ഈ ഒരു ടൈമിൽ സന്തോഷത്തിലൂടെയും സങ്കടത്തിലൂടെയും കരച്ചിലൂടെയും എല്ലാമാണ് കടന്നു പോകുന്നത്. അപ്പം എല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉപദേശങ്ങളും ഇങ്ങനെയൊക്കെ കേൾക്കാത്തവർ കാണത്തില്ല. എല്ലാവരും അനുഭവങ്ങൾ പറയുമ്പോഴല്ലേ നമ്മൾ തിരിച്ചറിയുന്നത്.